ബെലി പോവാ പോവാ പോവാ. മലയാളത്തിൽ എന്ത് കാര്യം പറഞ്ഞാലും ഇവൾക്ക് നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. അതുകൊണ്ട് ഫസ്റ്റ് ലാംഗ്വേജ് മലയാളം, സെക്കൻഡ് ലാംഗ്വേജ് ആണ് നമ്മുടെ ബൗബോ ഭാഷ. ഇത് ഭാഷ അറിയാഞ്ഞിട്ടല്ല, അനുസരണ ഇല്ലാഞ്ഞിട്ടാണ്. ഞാനൊന്നും പറഞ്ഞാൽ ഒരു കാര്യത്തിനും ഒരു വിലയില്ല, അച്ഛൻ പറയണം, എന്നാലാണ് അവൾ എന്തെങ്കിലും അനുസരിക്കുള്ളൂ. ബെയിലി പോവാ എന്ന് പറഞ്ഞാൽ അപ്പം ഇവള് 2 ഗേറ്റിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വന്ന് നിൽക്കും കേട്ടോ. പുറത്ത് യാത്ര പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനും രാവിലെയും വൈകുന്നേരം ഏതെങ്കിലും ഒരു നേരം ബെയിലിനെയും കൊണ്ടുവന്ന് നടക്കാൻ പോകാറുണ്ട് ഇപ്പോൾ. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ട് നടക്കണു, സമ്മതിക്കില്ല. എൻ്റെയും വേലിടി മോർണിംഗ് വാക്കിൻ്റെ സമയമാണ് കേട്ടോ. ഞങ്ങൾ രാവിലെ കുറച്ച് നടക്കാൻ ഇറങ്ങാറുണ്ട്. ഇപ്പോഴല്ല, ഞാൻ വന്നപ്പോൾ തൊട്ടിട്ട് ഇവളെയും കൊണ്ടിങ്ങനെ നടക്കാൻ ഇറങ്ങാറുണ്ട്. കാരണം ആകെ എനിക്കും ഇവൾക്കുള്ളൊരു വർക്കൗട്ട് അതായിരിക്കും. പുറത്തിറങ്ങി ആകെ ഒരു വെപ്രാളാണ്, എങ്ങോട്ടൊക്കെ നടക്കേണ്ടതെന്ന് അറിയില്ല. അങ്ങോട്ടോടും ഇങ്ങോട്ടോടും. നടത്തം അടിപൊളിയാണ്, കാരണം ഇവളും കുറച്ച് ഓവർ വെയിറ്റ് ആണ്. ഞാനും അത്യാവശ്യം നാട്ടിൽ വന്നിട്ട് നല്ല ഫുഡ് കഴിക്കുന്നൊക്കെ ഉണ്ട്. തടിക്കുന്നത് എനിക്ക് ഭയങ്കര കൺസേൺ ഒന്നുമല്ല, പക്ഷെ അത് ഹെൽത്തി ആയിട്ടുള്ള ബോഡി ആയാൽ മതി. പക്ഷെ നാട്ടിലെ കഴിപ്പനുസരിച്ച് അങ്ങനെയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ത് ശബ്ദം അത്? അപ്പോൾ ഞങ്ങളിപ്പോൾ ഇങ്ങനെ രാവിലെയും വൈകുന്നേരം കുറച്ച് നടക്കാറുണ്ട്. നടക്കല്ല, കുറച്ച് ഓടും ചെയ്യാറുണ്ട് കേട്ടോ. ഒരു 2 കിലോമീറ്ററൊക്കെ മാക്സിമം. അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. പിന്നെ ഞാൻ വെച്ച് ഇന്നത്തെ ഒരു ദിവസം നമുക്കൊന്ന് ചെറുതായിട്ട് റെക്കോർഡ് ചെയ്യാമെന്നുള്ളത്. കാരണം ഞാൻ ഈ കയ്യിലുണ്ടാവുന്ന ദിവസം കൂടെ കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് ആംസ്റ്റർഡാമിലേക്ക് പോവുകയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും നാട്ടിൽ വരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ദിവസം ചെറുതായിട്ടൊന്ന് റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. ഞങ്ങളിന്ന് തൃശ്ശൂർ പോകുന്നുണ്ട്, അമ്മയ്ക്കൊരു കല്യാണമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നോർമലായിട്ടുള്ളൊരു ദിവസം, കാര്യമായിട്ടൊന്നുമില്ല. വീട്ടിലെ എൻ്റെ സാധാരണ നോർമലായിട്ടുള്ളൊരു ദിവസമാണ് ഇന്ന് റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്കും ഇത് നല്ലൊരു ഓർമ്മയായിരിക്കും. അപ്പോൾ എന്തായാലും വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ചിങ്ങോട്ട് നടന്നു കേട്ടോ. ഇപ്പോൾ ഒരു 1/2 കിലോമീറ്ററൊക്കെ നടന്നിട്ടുണ്ടായിരിക്കും. അയ്യോ, പറയാൻ സമ്മതിക്കില്ല, ഓടുന്ന സമയമാണ് എപ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ വഴി നേരെയാണ് നമ്മൾ നടക്കാറ്. ഈ വഴി ഞാൻ സ്ഥിരമായിട്ട് മുന്നേ നടന്നിരുന്ന ഒരു വഴിയാണ് കേട്ടോ. കാരണം നേരെ പോയി ഈ ഭാഗത്തുള്ള ഒരു വീട്ടിലായിരുന്നു ഞാൻ ട്യൂഷൻ പഠിക്കുന്നുണ്ടായിരുന്നു. മാത്സിൻ്റെ ട്യൂഷൻ ഞാനിവിടെ വരുമായിരുന്നു ചെറിയ കുട്ടിയാകുമ്പോൾ. കാരണം ഞാൻ മാത്സിൽ വളരെയധികം മോശമായിരുന്നു ഒരു 7ാം ക്ലാസ് വരെ. അങ്ങനെ 7ാം ക്ലാസ്സിലാണ് ഞാൻ ദിവ്യ ചേച്ചിയുടെ അടുത്ത് ട്യൂഷന് വന്നത്. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷനൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ബെറ്റർ ആവാൻ വേണ്ടി തുടങ്ങി. ഒരു 9th എത്തിയപ്പോൾ ഞാൻ മാത്സിൽ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദിവ്യ ചേച്ചിയുടെ വീട് ഈ ഒരു വഴിയാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു വഴി ഇടയ്ക്കിടയ്ക്ക് നടക്കാറുള്ളൊരു വഴിയാണ്. അല്ല ബേലി, ഇവിടെ പച്ചേരി ക്ഷേത്രമുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ ഇടയ്ക്ക് വരാറുള്ള അമ്പലമാണ്. ഇത്തവണയും വന്നിട്ടില്ല, വരണം പോകുന്നതിൻ്റെ മുന്നേ. അപ്പോൾ ഈ ഒരു വഴിയാണ് ഞങ്ങളുടെ നടത്തത്തിൻ്റെ വഴി. ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 കിലോമീറ്ററൊക്കെ നടക്കും. പിന്നെ ഭയങ്കര വെയിലാണ് കേട്ടോ. ഭയങ്കര വേർക്കുന്നൊരു വെയിലല്ലേ. അതുകൊണ്ട് അതിൽ കൂടുതലൊന്നും നടക്കാനായിട്ട് ബെയിലിനെയും കൊണ്ട് പറ്റാറില്ല. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങണം. അല്ല ബെയിലി, ഓരോ തവണ വരുമ്പോഴും ഈ വഴിയും ഈ സ്ഥലമൊക്കെ ചെറുതായിട്ട് മാറും കേട്ടോ. കാരണം ഓരോരോ വീട് അപ്സ്റ്റേഴ്സ് എടുക്കും, പിന്നെ ചെറുതായിട്ട് വീടൊക്കെ മാറ്റി പണിയും. അപ്പോൾ അങ്ങനെ ഈ ഒരു വഴി നടക്കാൻ വരുമ്പോൾ ഓരോ തവണയും എനിക്ക് അത്യാവശ്യം നല്ല വ്യത്യാസം തോന്നാറുണ്ട് കേട്ടോ, ഈ ഒരു കൊല്ലത്തിൽ തന്നെ. അപ്പോൾ നല്ലതാണ്, വികസനം നല്ലതല്ലേ. ഞാൻ ഈ വഴി നടക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു കഥ ഞാൻ പറയട്ടെ. ഞാൻ ട്യൂഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അമ്മ എന്നീ രോഹിത്തിനി ഇങ്ങനെ ഇവിടെ അടുത്തുള്ള കടയിലോട്ട് വിടും. ഇപ്പോൾ കോഴിമുട്ടയോ പപ്പടോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് ആരെങ്കിലും തട്ടി കൊണ്ടുപോകുക. അങ്ങനത്തെ കുറേ കഥകൾ കേട്ടിട്ടേ. ഈ ഒമിനി വാനൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് വീട്ടിലെത്തുന്നതിന് മുന്നേ ഞാൻ വീട്ടിലെത്തുമായിരുന്നു. അമ്മ ഓട്ടോ ഓടായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ കോഴിമുട്ട വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അമ്മ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചു. തിരിച്ചു വരുന്ന വഴിക്ക് ഒരു കാറ്, ആ കാർ എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ സ്ലോ ഡൗൺ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ. ഞാൻ മാരക ഓട്ടം, നിർത്താത്ത ഓട്ടം കേട്ടോ. പിന്നെ വീട്ടിലെത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ഹരീഷ് മാമയായിരുന്നു. അതായത് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഹസ്ബൻഡ്. അവർ കാറ് മാറ്റിയത് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെ കണ്ടപ്പോൾ സ്ലോ ഡൗൺ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ മാരക ഓട്ടമായിരുന്നു. ഞാനിങ്ങനെ കഥ പറഞ്ഞ് റോട്ടിൽ കൂടെ നടക്കുമ്പോഴേ ബൈക്ക് പോകുന്ന ആൾക്കാരൊക്കെ എന്നെ ഇങ്ങനെ നോക്കുക. പക്ഷെ നമ്മൾ ഈ ഒരു പരിപാടി ചെയ്യുമ്പോൾ നമുക്കധികം ചമ്മൽ പാടില്ല എന്നാണ് ഞാൻ എന്നോട് പറയാറുള്ളൊരു കാര്യം അല്ലേ. ഇതാണ് എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡ് കേട്ടോ. ഇതാണ് അപർണയുടെ വീട്, അതായത് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ വീട്. അതിൻ്റെ തൊട്ട് ബാക്കിലാണ് അമ്മ അവിടെ എന്തൊക്കെയോ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ.
എന്തൊക്കെയോ പാത്രം കഴുകൽ പരിപാടികളിലാണ്. അമ്മയ്ക്കൊരു കല്യാണമുണ്ട്, അതിന് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഞാൻ കല്യാണത്തിന് പോകണില്ല, പക്ഷേ ഉച്ചയ്ക്ക് ശേഷം നമുക്കൊന്ന് തൃശ്ശൂർ പോകണം. അതിൻ്റെ ബാക്കിലാണ് എൻ്റെ തറവാട്. അപ്പോൾ ഇതാണ് എൻ്റെ വീട്, ഇതാണ് അപർണയുടെ വീട്. ബെയിലി വീട്ടിൽ പോവാ. ഞങ്ങൾ നടന്ന റോഡിൻ്റെ അവിടെ എത്തിയപ്പോഴേ അനങ്ങല്ല, കാരണം നേരെ അങ്ങോട്ട് പോയ വീടാണല്ലോ. കണ്ണടച്ച് ഇങ്ങോട്ട് ഒരൊറ്റ ഓട്ടം അല്ലേ. വീട്ടിൽ കയറുന്ന പരിപാടി ഇഷ്ടമല്ല, എൻ്റെ അതേ സ്വഭാവമാണ്. നടന്ന് വയ്യ, എന്നാലും വീട്ടിൽ കയറില്ല, റെസ്റ്റ് എടുക്കുക. ഇപ്പോൾ റോട്ടിൽ ബെയിലികൾ വായോ, നീ എടുത്തുകൊണ്ടാവാൻ എനിക്ക് വയ്യാട്ടോ. ബെയിലി നമ്മൾ വീട്ടിൽ പോകണം. ഒരു സമയമുണ്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് കയറുന്നതിൽ. ഇപ്പോൾ ആവശ്യം അപർണയുടെ വീട്ടിൽ പോലാട്ടോ. അവിടെ പോയി കറങ്ങി നമുക്ക് ആ തൊടിയിൽ കൂടെ അങ്ങനെ വരണമെന്നാണ് ഇപ്പോൾ അവളുടെ ആവശ്യം. നടക്കില്ല ബെയിലി, കമോൺ, നമ്മൾ നേരെയാണ് പോകണം. അത്യാവശ്യം നടന്ന് ക്ഷീണിച്ചിരിക്കുന്നു, വീട്ടിൽ കയറുമെന്ന് നോക്കാം കേട്ടോ. മിടിക്കുകയാണല്ലോ, കയറി നാക്കൊക്കെ പുറത്തിട്ടിരിക്കുന്നു ക്ഷീണിച്ചിട്ടേ. നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ചെറുതായിട്ട് വിഷമമൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. തിരിച്ചു പോയി കഴിഞ്ഞാൽ എനിക്ക് ബെയിലിനെ മിസ് ചെയ്യുമല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട്. പിന്നെ ബെയിലിക്ക് എന്നെ മിസ് ചെയ്യില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ചെറിയൊരു സമാധാനമുണ്ട്. ബെയിലിക്കുണ്ടല്ലോ ആൺപിള്ളേരെ മാത്രമേ പറ്റുള്ളൂ, പെൺപിള്ളേരെ ഒന്നും വലിയ ഇഷ്ടമൊന്നുമില്ല. അച്ഛൻ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 11-11:30 വരെ പരിപാടി കൃഷിപ്പണിയാണ് കേട്ടോ. പൂക്കളും ചെടികളും പച്ചക്കറികളും എല്ലാം ഒന്ന് റെഡിയാക്കുക. എനിക്കിത് ശരിക്കും അത്ഭുതം തോന്നുന്ന കാര്യമാണ്. എനിക്ക് എൻ്റെ ഗാർഡനിൽ മാക്സിമം ഒരു 1/4 മണിക്കൂർ, അതിലപ്പോൾ എനിക്ക് ഇത്രയും ഇൻവോൾവ് ആയിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ നോക്കിയപ്പോൾ ബെയിലിയുടെ വെള്ളം വെക്കുന്ന ആ ഒരു പാത്രത്തിൽ വെള്ളമില്ല, അതൊന്ന് ഫില്ല് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ക്ഷീണിച്ചോ ബെയിലി, ക്ഷീണിച്ചോ? വെള്ളം കുച്ചോ? ബെയിലിക്ക് ഈ ബെയിലിയുടെ സ്പേസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഓടിപ്പോയി അവിടെ ഇരിക്കുന്നത് കാണാം. ആരൊക്കെ ഇഷ്ടപ്പെടാതിരിക്കുക. നല്ല തണലത്ത് നല്ല കർട്ടനൊക്കെ ഇട്ടിട്ട് ചെറിയൊരു കൂട്, നല്ല രസമല്ലേ. എനിക്കും ഇടയ്ക്കൂടെ കയറിയിരിക്കാൻ തോന്നാറുണ്ട്. പക്ഷെ കൊള്ളാത്തോണ്ടും ബെയിലി കയറ്റാത്തോണ്ടും ഞാൻ അധികം ശ്രമിച്ചിട്ടുണ്ട്. സീൻ കാണിച്ചിട്ട് ഒരു 1 കിലോമീറ്റർ നടത്തേന് ആള് തളർന്ന് ഇന്നിനി ഫുൾ റെസ്റ്റാണ് ബെയിലി. ഇത്രയ്ക്കൊന്നും ഇല്ല, നമ്മൾ 1 കിലോമീറ്റർ നടന്നിട്ടുള്ളൂ. അയ്യ, നാക്കൊക്കെ പുറത്തിട്ട് ശ്വാസം വരെ കിട്ടുന്നില്ല. 9:30 ആയിട്ടുണ്ട്, നമുക്ക് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ അച്ഛൻ്റെ സ്കൂളിൽ ഒരു മാഷ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളപ്പവും മുട്ടക്കറിയാണ്. നമ്മളിങ്ങനെ നാട്ടിൽ വരുമ്പോൾ നമുക്ക് അമ്മയുടെ ചില ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ ഇങ്ങനെ ഒരു കൊതി ഉണ്ടാവില്ലേ. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു അതിനെ പറ്റിയിട്ട്. എനിക്ക് പക്ഷെ അത് ഏറ്റവും കൂടുതലുള്ളത് അമ്മമ്മയുടെ പല ഭക്ഷണങ്ങൾ കഴിക്കാനായിരുന്നു കേട്ടോ. അതായത് അമ്മമ്മയുടെ വെള്ളപ്പവും ഗ്രീൻ പീസ് കറിയും, അമ്മമ്മയുടെ ഇടിയപ്പം, അട, അതൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വരുമ്പോൾ കഴിക്കാൻ തോന്നുന്ന കാര്യങ്ങൾ. ഞാൻ ജനിച്ച് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അമ്മമ്മയുടെ തന്നെ ആക്കിയിട്ടാണ് അമ്മ സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അമ്മയുടെ ഒപ്പം സ്പെൻഡ് ചെയ്തതിനേക്കാളും ചിലപ്പോൾ ഒരുപാട് സമയം ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക അമ്മമ്മയുടെയും വെളിച്ചൻ്റെ ഒപ്പം തന്നെ ആയിരിക്കും. എന്തായാലും ഇപ്പോൾ അങ്ങനെ നാട്ടിൽ വരുമ്പോൾ കഴിക്കാൻ തോന്നിയാലും നമുക്ക് ഉണ്ടാക്കാൻ ഓപ്ഷൻസ് ഒന്നുമില്ല. അതവിടെ നിൽക്കട്ടെ, പറഞ്ഞു ഞാൻ തെങ്ങട്ടാ അല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് തീർന്നു. അമ്മയും പ്രീതമേമ്മയും അച്ഛനും കൂടെ അമ്മയുടെ സ്കൂളിലൊരു ടീച്ചറുടെ മോളുടെ കല്യാണത്തിന് വേണ്ടി പോവാൻ റെഡിയായി നിൽക്കുകയാണ്. ബെയിലിക്ക് ഇടയ്ക്ക് ഗേറ്റൊക്കെ തുറന്നു കഴിഞ്ഞാൽ പുറം ലോകം ഒന്നും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയൊരു ഓട്ടം ഉണ്ട് കേട്ടോ, ഇടയ്ക്ക് വല്ലപ്പോഴും. അപ്പം ഞാൻ അതുകൊണ്ടാണ് പിടിച്ചു വെക്കുന്നുണ്ടായിരുന്നത്. എല്ലാവരും പോയി കഴിഞ്ഞാൽ ബെയിലി വീടിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും. നന്നായി കാറൊക്കെ അടച്ചിട്ടില്ലേ എന്നൊക്കെ നോക്കിയതിന് ശേഷം വീടിൻ്റെ ഏകദേശം ഈ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. ഈ അച്ഛനും കൂടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്കൂളിലെ ഒരു ടീച്ചറുടെ മോളുടെ കല്യാണത്തിന് പോയിരിക്കുകയാണ് കേട്ടോ. അവരൊരു 2 മണിക്കൂറിനുള്ളൊക്കെ തിരിച്ചെത്തുന്നുണ്ടായിരിക്കും. ആ സമയമാകുമ്പോഴേക്ക് എനിക്കൊന്ന് കുളിച്ച് റെഡി ആവണം, നമുക്കൊന്ന് തൃശ്ശൂർ പോകണം. അന്ന് നമ്മളൊരു സ്കിന്നിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ഒരു PRP സെഷൻ. അപ്പോൾ അതെനിക്ക് ഭയങ്കര എഫക്റ്റീവായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് സെഷൻ നമുക്ക് ഇന്ന് പോകണം. അപ്പോൾ അതിന് നമ്മൾ തൃശ്ശൂർ പോകാൻ വേണ്ടിയിട്ട് ഒരു 12:30 ആകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. അതിന് മുന്നേ എനിക്ക് കുറച്ച് എഡിറ്റിംഗ് പരിപാടി ഉണ്ടാവും, തീർക്കണം. രോഹിത്തിന് ഇതുവരെ നേരം വെളുത്തിട്ടില്ല. ആൾക്കാർ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവൻ ഈ റൂമിലാണ് കിടന്ന് ഉറങ്ങാറ് കേട്ടോ. അപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. മെല്ലെ സൗകര്യം പോലെ എണീക്കട്ടെ. വീട്ടിൽ അമ്മേനെ ഇങ്ങനെ ചുറ്റുവട്ടത്തെ കാര്യങ്ങളും അടുക്കളയിലെ കാര്യങ്ങളൊക്കെ സഹായിക്കാൻ വരുന്ന ഒരാളാണ് യശോദാൻ്റി. മീനൊക്കെ നന്നാക്കി തല കളയാൻ വേണ്ടി പോകുമ്പോൾ എന്തെങ്കിലും ഒരു തല കിട്ടിയാലോ എന്നുള്ള സ്കോപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ബെയിലി. ബെയിലിക്ക് യശോദാൻ്റിനെ ഭയങ്കര ഇഷ്ടമാണ്. യശോദാൻ്റി എവിടുന്ന് വന്നു കഴിഞ്ഞാലും അപ്പോൾ ഓടിപ്പോവുക. യശോദാൻ്റി പറയുന്ന കേക്കും ഒക്കെ നന്നായിട്ട് ചെയ്യണത് കാണാം. നമുക്ക് കുറച്ച് എഡിറ്റിംഗ് പരിപാടി ബാക്കിയുണ്ട് കേട്ടോ. എഡിറ്റിങ്ങിൽ ഞാൻ ബേസിക് ആയിട്ടുള്ള എഡിറ്റിംഗ് ഒക്കെ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് തീർക്കും. പക്ഷേ ഈ വോയിസ് ഓവർ എന്നുള്ള പരിപാടിക്ക് എനിക്ക് സമാധാനമായിട്ട് ഒരു റൂമിലിരുന്ന് എനിക്ക് മനസ്സിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കണം. അപ്പോൾ അതിന് എനിക്കൊരു നല്ല സമയം മാറ്റി വെക്കണം. ആ പരിപാടിയാണ് ഞാനിവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അമ്മയും അച്ഛനും അവിടുന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി എന്ന് പറഞ്ഞു കേട്ടോ. തിരിച്ചു വരുന്ന സമയമാകുമ്പോൾ എന്നോട് റെഡി ആവാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. ഞാൻ റെഡി ആയിട്ടില്ല. ഇനി ഞാൻ റെഡി ആവണമെന്നുണ്ടെങ്കിൽ വല്ല മാജിക്കും കാണിക്കേണ്ടി വരും. പക്ഷെ എന്നാലും മാജിക്കിന് പകരം നമുക്കൊന്ന് ഫാസ്റ്റ് ആയിട്ട് റെഡി ആവാൻ പറ്റുമോ നോക്കാം. അച്ഛനും അമ്മയും ആയതുകൊണ്ട് വിഷ്ണുവിൻ്റെ അത്ര കൂളായിരിക്കണമെന്നില്ല, ചിലപ്പോൾ കുറച്ച് ചീത്തയാക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോയി ഓടിപ്പോയി മാജിക്കെങ്കിൽ മാജിക് എന്തെങ്കിലും കാണിച്ച് പെട്ടെന്ന് റെഡി ആവാം. ഞാൻ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്നൊന്ന് മേല് കഴുകിയിട്ട് നമുക്ക് റെഡി ആവാം. ഭയങ്കര ചൂട്, മേല് കഴുകാതിരിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഡെയിലി ഈവനിങ് അല്ലേ കുളിക്കാറ്. ഇപ്പം ഞാൻ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഞാൻ മേല് കൂടെ കഴിക്കാറുണ്ട്. സംശയമുണ്ട്, അത്രയും ചൂട്. ഓടി മേലൊഴുകി വന്നപ്പോഴേക്ക് ബെയിലി ഇതേ ആരൊക്കെയോ വന്ന പോലത്തെ റെസ്പോൺസ് തരുന്നുണ്ട്. അമ്മയും അച്ഛനും പ്രീതമാമയും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. സമയം ഏകദേശം ഒരു 12:45 1 മണിയൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് 2-2:30ക്കാണ് അപ്പോയിൻമെൻറ്റ് വരുന്നത്. എന്ത് മാജിക്കാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ റെഡിയായി. അമ്മ ജസ്റ്റ് വന്ന് കയറിയുള്ളൂ. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ബാഗ് എടുത്ത് എനിക്ക് ഇറങ്ങിയാൽ മതി. പക്ഷെ അതിന് മുന്നേ നമുക്ക് ഭക്ഷണം കഴിക്കാം കേട്ടോ. ഭക്ഷണം കഴിക്കൽ ബാക്കിയുണ്ട്. ഇവിടുന്ന് തൃശ്ശൂർക്ക് ശരിക്കും ഒരു മണിക്കൂറൊക്കെ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ റോഡിൻ്റെ അവസ്ഥ കുറച്ച് മോശമല്ലേ. നമ്മുടെ NH പണിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ കുറേ വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി പോകണമല്ലോ. അതുകൊണ്ട് ഒരു 1.5-1.25 മണിക്കൂർ എടുക്കും. 2:30ക്കാണ് എനിക്കവിടെ അപ്പോയിൻമെൻറ്റ്. അപ്പോൾ ആ സമയമാകുമ്പോഴേക്ക് നമുക്ക് അവിടെ എത്തണം. പക്ഷെ കുറച്ച് കൂടി പോയി അടി കിട്ടിയ പോലെ ഉണ്ടോ, ഷട്ടപ്പട്ടേന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ വിളിച്ചിട്ടത്. അമ്മ സാധാരണ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ എനിക്ക് അമ്മ ഉണ്ടാക്കുന്നതിൽ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ കാണുന്നൊരു മഞ്ഞക്കറി. അതെത്ര ഉണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ പിന്നെ അമ്മ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഇരിക്കും. എനിക്കറിയില്ല എന്ത് കൈവശമാണ് അമ്മയ്ക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. ആര് പോയാലെന്ത് വന്നാലെന്ത്, ഇതിന് ഫസ്റ്റ് ടൈമാണ്. ഞാനും അച്ഛനും ഇതേ കാറിൽ കയറിയിട്ടുണ്ട്. അമ്മ വരുന്നേ ഉള്ളൂ. ഞാനും അമ്മയും കൂടെ ചെറിയൊരു ജഗടയിലാണ് കേട്ടോ കഴിഞ്ഞ 2 ദിവസമായിട്ട്. അച്ഛൻ പറയും ഞാനും അമ്മയും കൂടെ കൂടിക്കഴിഞ്ഞാൽ ഈ വീട്ടിലൊരു സമാധാനം ഇല്ല എന്നുള്ളത്. തെറ്റൊന്നും പറയാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിൽ പറഞ്ഞു തുടങ്ങിയിട്ട് പിന്നെ അടി അങ്ങോട്ട് കൂടി ഞാനും വിട്ടുകൊടുക്കില്ല, അമ്മയും വിട്ടുകൊടുക്കില്ല. ഇപ്പം ഇങ്ങനെ ഓൾമോസ്റ്റ് അടി തീരാനുള്ളൊരു സമയമായിരിക്കുന്നേ. ഞാൻ വിളിച്ചാലേ തൃശ്ശൂർക്ക് വരുള്ളൂ എന്നമ്മ വിളിക്കില്ല എന്ന് ഞാൻ. പിന്നെ അവസാനം ഞാൻ വിളിക്കാത്ത രീതിയിൽ വിളിച്ചു. അപ്പോൾ അമ്മ വന്ന് കയറിയിട്ടുണ്ട്. ഒരു ലിറ്റിൽ ഹാർട്ട്സിൻ്റെ 1-2 ബിസ്ക്കറ്റ് കൊടുത്തിട്ട് നമുക്ക് കോംപ്രമൈസ് ആക്കാം. എന്തിനാ അടി ഉണ്ടാക്കിയെന്നുള്ളത് ഓർമ്മ പോലും ഇല്ലാട്ടോ ഇപ്പോൾ. ഞാൻ അമ്മേനെ ചെറുതായിട്ടൊന്ന് ഉപദേശിക്കുകയായിരുന്നു. അമ്മ കുറച്ച് മെച്യൂരിറ്റി ഉള്ള ഒരാളല്ലേ, അപ്പോൾ കുറച്ചും കൂടി ഒരു മെച്യൂരിറ്റി നമ്മൾ കാണിക്കണം. എന്നെയായിട്ട് അടി ഉണ്ടാക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്ന ശരിയെന്ന് സമ്മതിച്ചാൽ പ്രശ്നം അവിടെ തീർന്നല്ലോ എന്ന്. ചുമ്മാ കേട്ടോ. ഞാൻ എന്തായാലും നല്ലൊരു ഉറക്കത്തിലായിരുന്നു. അമ്മയും അച്ഛനും കൂടെ വർത്താനൊക്കെ പറഞ്ഞ് വണ്ടി ഓടിച്ച് നമ്മളിതേ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ എണീക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. നല്ല ടയർഡായിട്ടുള്ള ഉറക്കമായിരുന്നു. ഇന്ന് ഇവർ 2 പേരും കൂടി ഇവിടെ ഉള്ളതുകൊണ്ട് എന്നെ ജസ്റ്റ് ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇവർ ചുമ്മാ കറങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പരിപാടിയൊക്കെ കഴിയുന്ന സമയമാകുമ്പോഴേക്ക് വിളിച്ചാൽ ഇവരങ്ങോട്ട് വന്നാൽ മതിയല്ലോ. ലാസ്റ്റ് ടൈം PRP സെഷന് ശേഷം നമ്മൾ സ്കിന്നിൽ ഉപയോഗിക്കുന്ന കുറച്ച് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നേ. എനിക്കത് നല്ല റിസൾട്ടാണ് സ്കിന്നിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഡിസ്കഷനൊക്കെ ശേഷമാണ് നമ്മൾ നെക്സ്റ്റ് സെഷൻ ഓഫ് PRPക്ക് ഇരിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നിന്ന് നമ്മൾ വീഡിയോ കാണുന്ന 1-2 ആൾക്കാരൊക്കെ കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വളരെയധികം സന്തോഷം. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന സെയിം പ്രൊസീജിയേഴ്സ് തന്നെയായിരുന്നു. സൂചി വെച്ച് നല്ല കുത്ത് കിട്ടിയായിരുന്നു മുഖത്തൊക്കെ. എന്തായാലും അതിൻ്റെ പാട് ഒരാഴ്ചയൊക്കെ നിൽക്കും. പിന്നെ അതിനുശേഷം ഇങ്ങനെ ഫെയ്ഡായിട്ട് വരിക ചെയ്യുക. അതിനുശേഷം നേരത്തെ ഗുഡ് വില്ലോട്ട് വന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടേ. കാരണം നമ്മൾ മുൻകൂട്ടി വരുന്ന വിഷുവിനെയും ഓണത്തിനെയും പറ്റിയൊക്കെ ചിന്തിക്കണമല്ലോ. ഇതൊന്നും നമുക്കവിടെ വാങ്ങിക്കാൻ കിട്ടില്ല. അതുകൊണ്ട് അടുത്ത വിഷുവിനും ഓണത്തിനും ഒക്കെ വാങ്ങിയ സെറ്റ് സാരിക്ക് വേണ്ടിയിട്ട് മാച്ചിങ് ആവുന്ന കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. ഒരു മസാല ദോശയൊക്കെ കഴിച്ച് തിരിച്ച് നമ്മൾ വീട്ടിൽ പോയി. ഇത്രയാണ് ഇന്നത്തെ ഒരു ദിവസം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു വീഡിയോ ഞാൻ വിചാരിച്ചത് തിരിച്ച് ആംസ്റ്റർഡാമിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ ഉള്ള കുറച്ച് ദിവസങ്ങൾ ക്ലബ് ചെയ്തും കൊണ്ടുള്ളൊരു വീഡിയോ ആക്കാമെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ തീരുന്നില്ല. അടുത്ത ദിവസം ഇനി നമുക്ക് കാണാം. ഭക്ഷണം കൊടുത്തിട്ട് ബെയിലി കഴിക്കാഞ്ഞിട്ട് അമ്മ വാരി കൊടുക്കുകയാണ് കേട്ടോ. ഒരു ടേസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കഴിച്ചോളുന്നാണ് അമ്മയുടെ വാദം. പക്ഷെ ചീറ്റിപ്പോയി. എണീറ്റ് ഒരു 10 മീറ്റർ നടന്ന് അവിടെ തന്നെ കിടന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ മുഖത്ത് കണ്ടോ കുറച്ച് റെഡ് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിങ്ങനെ ഒരു 1-2 വീക്സ് എടുത്ത് ഫെയ്ഡായി വരികയാണ് ചെയ്യുക. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു കേട്ടോ. ഏതൊരാളും നാട്ടിൽ വന്ന് തിരിച്ചു പോകുന്നതിൻ്റെ മുന്നേയും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഓടിപ്പിടിച്ച് ചെയ്ത് തീർക്കാനായിട്ടുണ്ടായിരിക്കുമല്ലോ. എനിക്കിപ്പോൾ ഡോക്ടറിനെ കാണിക്കാനും ഡെൻറ്റിസ്റ്റിനെ കാണിക്കാനും എല്ലാം ഉണ്ട്. ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് കോട്ടക്കൽ മിംസിലാണ് കേട്ടോ. അവിടെ എനിക്ക് ഷോൾഡർ പെയിൻ കുറച്ചായിട്ട് ഞാൻ പറയുന്നില്ലേ, എൻ്റെ രാത്രി കിടക്കുന്ന പൊസിഷനും കാര്യങ്ങളും ഒക്കെയാണ് അതിൻ്റെ പ്രശ്നം. പക്ഷെ എന്നാലും ഒന്നും കൂടെ കാണിച്ച് അതിൻ്റെ കുറച്ച് മെഡിസിൻസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതിനുശേഷം നേരെ വന്നത് ഇവിടെ ഡെൻറ്റിസ്റ്റിനെ കാണിക്കാനാണേ. ഞാൻ ഏകദേശം ഒരു 3-3.5 വർഷത്തോളം പല്ലൊന്ന് ശരിയാക്കാൻ വേണ്ടി ശ്രമിച്ചായിരുന്നു.
എൻ്റെ പല്ലിൻ്റെ ഒരു ഘടന വെച്ച് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് ഞാൻ എപ്പോഴെങ്കിലും ഈ ഒരു റീറ്റൈനേഴ്സും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ പല്ല് ചെറുതായിട്ട് പൊന്തുന്ന പോലെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു കൺസൾട്ടേഷനൊക്കെ വേണ്ടി വന്നതായിരുന്നു. പുതിയൊരു ഐറ്റം നമ്മളിത് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇത്രയും ലോങ്ങർ പീരീഡ് ബ്രേസസ് വെച്ചതിനുള്ള ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എൻ്റെ പല്ലിനുണ്ട് കേട്ടോ. കോട്ടക്കിൽ തന്നെയാണല്ലോ ദീമേമ്മയുടെ അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ എന്തായാലും ആമീനെയും കൂടെ കൂട്ടിയിട്ട് നമുക്ക് ലഞ്ച് കഴിക്കാൻ പോവാം. ഇത് കാണിക്കണല്ലേ ആമി? എന്താ ചുണ്ട് കാണിക്കാത്ത? ഇവിടെ 1-2 ചെറിയ ബുട്ടീക്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കളക്ഷൻ തോന്നിയായിരുന്നു പുറത്തുനിന്ന് കണ്ടപ്പോൾ. പക്ഷെ ഞാനിവിടെ വന്നത് കറക്റ്റ് വെള്ളിയാഴ്ച പള്ളിയുടെ സമയത്തായിരുന്നു. അതുകൊണ്ട് അധികം ഷോപ്സ് അടച്ചു കിടക്കുകയായിരുന്നു. അതുകൊണ്ട് ആദ്യം പോയി ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇങ്ങോട്ടൊക്കെ തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. ഇവിടെ അടുത്ത് കോട്ടക്കിൽ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. ആമിക്ക് വരാനുള്ള എക്സൈറ്റ്മെൻറ്റ് ഫുഡൊന്നും ആയിരുന്നില്ല കേട്ടോ. ഇത് കഴിഞ്ഞിട്ടുള്ള ഷോപ്പിംഗ് തന്നെയായിരുന്നു. തൽക്കാലം നമ്മളിവിടെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ വന്നു. എല്ലാവരും ഞാനിപ്പോൾ ഉച്ചയ്ക്ക് എവിടുന്ന് പുറത്ത് കഴിക്കുകയാണെങ്കിലും ബിരിയാണിയാണ് എൻ്റെ ഫസ്റ്റ് ചോയ്സ്. എനിക്കറിയില്ല, തിരിച്ചു പോയി കഴിഞ്ഞാൽ എത്ര നമ്മളിവിടെ കിട്ടുന്ന ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാലും അങ്ങനത്തെ ഒരു ബിരിയാണിയായി വരാറില്ല. നമ്മളുണ്ടാക്കുന്ന ബിരിയാണിയിൽ എവിടെ പോയി കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഫസ്റ്റ് ചോയ്സ് ഇപ്പോൾ എവിടെ നിന്ന് പുറത്തുനിന്ന് കഴിക്കുകയാണെങ്കിലും ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ആണ് കേട്ടോ. അതിനുശേഷം ഇവിടെ കിട്ടുന്ന ഈ ഒരു ഡെസേർട്ട് ഉണ്ട്. എൻ്റെ അമ്മ ഒരു രക്ഷയില്ല. എനിക്ക് പൊതുവേ മധുരം ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പക്ഷേ ഈ ഒരു ഐറ്റം ഈച്ച് ടൈം ഞാൻ കോട്ടയ്ക്കിൽ വരുമ്പോൾ ഞാൻ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. ഇത് സൈൻ കഫേ എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്ന് കിട്ടുന്ന ഒരു ഡെസേർട്ടാണ് കേട്ടോ. ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്തൊരു സാധനമാണ്, അടിപൊളിയാണ്. അതിനുശേഷം ഇന്നലെ കിട്ടാത്ത കളർ കുപ്പിവളകൾ വാങ്ങിക്കാൻ വേണ്ടി നമ്മളിവിടെ അടുത്തുള്ള ഒരു ഷോപ്പിലോട്ട് വന്നു കേട്ടോ. ഇവിടെ നിന്നും ഞാൻ 2-3 കളർ കുപ്പിവളകൾ വാങ്ങിച്ചു. പിന്നെ വിഷ്ണുവിനും പ്രദുവിനും ഒരു കുർത്തയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ അടുത്തുള്ള ഒരു ടെക്സ്റ്റൈൽസിൽ വന്നിരിക്കുകയാണ് കേട്ടോ. പിന്നെ സഞ്ജേട്ടന് 1-2 മുണ്ടൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഇവിടെ നിന്ന് നടത്തി. നമ്മൾ പോയി കഴിഞ്ഞാലേ പിന്നെ അവിടെ ഒരു ഇവൻറ്റ് വരുമ്പോൾ, അതായത് നമ്മുടെ കേരളം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇവൻറ്റ് വരുമ്പോൾ ഇടേണ്ട ഡ്രസ്സൊക്കെ നമ്മൾ ഇത്തവണ പോകുമ്പോഴേ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകണം. അവിടെ വാങ്ങിക്കാനൊന്നും കിട്ടില്ലല്ലോ. അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് നാട്ടിൽ നിന്ന് വരികയാണെങ്കിൽ അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി പറയുകയൊക്കെ വേണം. അപ്പോൾ അധികം നമ്മളെല്ലാവരും ചെയ്യാറ് 1-2 ഇങ്ങനെ മുണ്ടും കുർത്തിയും സെറ്റ് മുണ്ടും ഒക്കെ നമ്മൾ എക്സ്ട്രാ കയ്യിൽ വയ്ക്കും. എന്നാ അമ്മി നമ്മൾ കാണാം? ഞാൻ പോണേന്റെ മുന്നേ കാണാം. വേറെ കുഴപ്പമൊന്നുമില്ലാതെ ഭംഗിയുടെ സാരി കുത്തുമ്പോൾ ആൾക്കാരെ മടക്കി കുത്ത് ഓടാനുള്ള സമയമേ ഉള്ളൂ. ഇരുട്ടാവണേന്റെ മുന്നേ നമുക്ക് എടുക്കണം. വായോ. തിരിച്ചു വന്നു ഞാനും രോഹിത്തും കൂടെ അന്ന് ഓണത്തിന് കളിച്ചൊരു ഡാൻസ് ഇല്ലേ, അത് വീഡിയോ എടുത്തതും ഞങ്ങൾ കളിച്ചതും മൊത്തത്തിൽ അങ്ങോട്ട് എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ശരിയായില്ല. അപ്പോൾ അതൊന്നും കൂടെ റീഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ അടുത്തുള്ള ഒരു സ്ഥലത്തോട്ട് പോവുകയാണ് കേട്ടോ. നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ശരത്താണ് നമുക്കിത് റീഷൂട്ട് ചെയ്ത് തരുന്നത്. മറ്റേ സൊസൈറ്റി റേഡിക്കേറ്റ് സുകുമാരി അഭിനയിക്കാൻ ആ ഒരു ലുക്ക് ഉണ്ടല്ലോ, നടത്തും അത്. ഈ ഒരു വീഡിയോൻ്റെ റീല് നിങ്ങൾ അല്ലെങ്കിൽ ഷോർട്സ് രണ്ടായിട്ടും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എനിക്കും രോഹിത്തിനും ഡാൻസ് അത്യാവശ്യം ഇഷ്ടമുള്ളൊരു സംഗതിയാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ 2 പേരും കൂടെ എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡാൻസ് പഠിക്കുന്നതും കളിക്കുന്നതും വീഡിയോ എടുക്കുന്നതും 3 നമുക്കിഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ മീറ്റ് ചെയ്ത് കഴിയുമ്പോൾ 1-2 ഷോർട്സൊക്കെ നമ്മൾ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. ഇത്തവണ തിരക്കുകൾക്കിടയിൽ വേണ്ടത്ര സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വിചാരിച്ച അത്ര ഷോർട്സും കാര്യങ്ങളൊക്കെ പഠിക്കാനും എടുക്കാനും വേണ്ടിയിട്ട്. പക്ഷെ എന്നാലും 1-2 എടുത്തു. എങ്ങണ്ടായിരുന്നു കടക്കണ്ണടിച്ച്? ബ്യൂട്ടിഫുൾ. അമ്മേ വയ്യാതെ കേട്ടോ. ഞങ്ങളിത് ഓണാഘോഷത്തിന് ഒരു തവണ എടുത്തതാ, പക്ഷെ ശരിയായില്ല എടുത്തതും കളിച്ചതും ഒന്നും. അപ്പോൾ വീണ്ടും ഒന്നും കൂടെ കളിക്കാൻ തീരുമാനിച്ചു. അത് ലൂപ്പാട് ഇളകിയിട്ടുണ്ട് ഏകദേശം. എനിക്കിന്ന് ഷോപ്പിംഗ് നൈറ്റാണ്. പോവല്ലേ എത്തി ഉടനെ? എന്താ ടിക്കറ്റിന്റെ വായിൽ ഉള്ളിടുന്നുണ്ട്. അമ്മ വായ തുറക്കില്ല ബെയിലി, അമ്മ കുത്തി കയറ്റുക. കിടന്നു തുപ്പി തന്നില്ലേ? അതിന് വേണ്ടമ്മേ, ആവശ്യമില്ലാതെ വായ കുത്തി കയറ്റണ. രുചി പിടിച്ചാ കഴിക്കും. നോക്ക്, ഞാൻ കടന്ന് കഴിക്കുന്നത്. ഞങ്ങൾക്ക് ചെറിയ കുട്ടിയായിരുന്നപ്പോൾ വായ തന്ന പോലെയാണ് അമ്മ കുത്തിയുണ്ട് കയറ്റിയ വായല്. എനിക്കും ഇങ്ങനെയായിരുന്നു. വീട്ടിലെന്തൊക്കെ ഉപ്പേരി കറികൾ എല്ലാം ഉണ്ടോ മിക്സിയിലിട്ട് ഒരറ്റടി ഇത് വായിൽ കുത്തിയിട്ട് തരും. ഓർമ്മ ഉണ്ടോ അമ്മയ്ക്ക്? ഓർക്കുന്നു ആ ദിനങ്ങൾ. ഷോപ്പിംഗ് വൈബ് പിടിക്കാൻ വേണ്ടി ഞാനും രോഹിത്തും കൂടെ വളാഞ്ചേരി സിറ്റിയിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ?
പൊളി. ഞാനിവിടെ മുന്നേ എനിക്ക് തോന്നുന്നു വലിയ കട, ഞാനിങ്ങനെ സ്കൂളിൽ പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചാസിയ സൻഹ എന്ന് പറഞ്ഞിട്ടുണ്ട് വലിയ കടകളുണ്ടായിരുന്നു. അതെനിക്ക് വളരെ വലിയ കടകളായിരുന്നു. ഇതെന്താ അവിടെ? പക്ഷെ ഇപ്പൊ വളാഞ്ചേരി ഇങ്ങനെ കുറേ കുട്ടി കുട്ടി കടകൾ നമുക്കിങ്ങനെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വരാൻ പറ്റുന്ന കടകൾ ഇപ്പൊ കുറേ ഇങ്ങനെ വളാഞ്ചേരി കാണാൻ കേട്ടോ. ഇപ്പൊ രസമുണ്ട്. അപ്പൊ രാത്രി ഇങ്ങനെ വെറുതെ ഷോപ്പിങ്ങിന് ഇറങ്ങിയതായിരുന്നു. ഞാനിങ്ങനെ കാറിൽ പോകുമ്പോൾ കുറച്ച് കടകളൊക്കെ മെയിൻലി ഇവിടെ വളാഞ്ചേരി കോഴിക്കോട് റോഡിന് കുറേ കടകൾ ഞാൻ കണ്ടു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ വന്ന് ഷോപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നല്ല കളക്ഷനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഗീതുവിന് ഒരു സൽവാർ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നോക്കി അവസാനം ഈ ഒരു ബ്ലാക്ക് സൽവാർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗീതു ബ്ലാക്ക് ഇടുമ്പോൾ എപ്പോഴും നല്ല എലഗൻ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അല്ലെങ്കിലും എലഗൻ്റാണ് ചിലപ്പോൾ, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ഒരു സൽവാർ എടുത്തു. പിന്നെ അതിനുശേഷം വേറൊരു ഷോപ്പിൽ പോയിട്ട് വിഷ്ണുവിന് 1-2 ടീഷർട്ട്സും ഷർട്ട്സും ഒക്കെ എടുത്തു കേട്ടോ. അപ്പോഴാണ് ഈ ഒരു റെഡ് സ്വെറ്റ് ഷർട്ട് എൻ്റെ കണ്ണപ്പെട്ടത്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒന്നും ആലോചിച്ചില്ല, അത് ഞാൻ എടുത്തു. പിന്നെ രോഹിത്തിനും വിഷ്ണുവിനും ഏകദേശം ഒരു സൈസാണ് ഷർട്ടൊക്കെ വരുന്നത്. അതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്ത് വെച്ച ഐറ്റംസ് എല്ലാം ഞാൻ രോഹിത്തിൻ്റെ മുകളിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഏതൊക്കെയാണ് വിഷ്ണുവിന് മാച്ച് ആവുക എന്നുള്ളത്. അതോടുകൂടെ ഇന്നത്തെ ഷോപ്പിംഗ് അവസാനിപ്പിക്കാമെന്നായിരുന്നു പ്ലാൻ. ഈ കാണുന്നതാണ് നമ്മുടെ വെരി പോപ്പുലർ വളാഞ്ചേരി ജംഗ്ഷൻ ഉണ്ടോ. എനിക്ക് എപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ലേ, എവിടെയൊക്കെ പോയി കഴിഞ്ഞാലും വളാഞ്ചേരി വൈക്കത്തൂരൊക്കെ എത്തുമ്പോൾ കാറ്റിനൊരു പ്രത്യേക സുഖം വരാനുണ്ട്. നമുക്ക് നാട്ടിലെത്തിയൊരു ഫീലില്ലേ. അതുകൊണ്ട് എപ്പോൾ ഈ ഒരു ജംഗ്ഷൻ കാണുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ വീട്ടിലോട്ട് തിരിച്ചു പോകുന്ന വഴിക്കാണ് രോഹിത് പറഞ്ഞത് നല്ല ഓഫറിൽ ഇവിടെ നല്ല ഗേൾസിന് ഡ്രസ്സ് കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ടെന്ന്. ഇവൻ എങ്ങനെയാണ് ഈ ഗേൾസിന് ഡ്രസ്സ് കിട്ടുന്ന കടയ്ക്ക് ഇത്ര പരിചയം? എനിക്കറിയാൻ പാടില്ല. എന്തായാലും പറഞ്ഞത് ശരിയായിരുന്നു. ഇവിടെ റിനോവേഷൻ്റെ ഭാഗമായിട്ട് 50% ഓഫ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മറ്റേ രണ്ടും കുറച്ചുകൂടെ ഷൈനി ആയിട്ടുള്ള പാർട്ടി വെയർ, ഇത് നോർമൽ. സമയം 9:30. ഏകദേശം എത്ര മണിയാണ് വളാഞ്ചേരി കടകൾ? 10. എൻ്റെ ക്യാമറ ഇളങ്ങി. അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടിയ സ്ഥിതിക്ക് നമുക്കിനി തിരിച്ച് വീട്ടിൽ പോവാം. അമ്മ ഇന്ന് അമ്മമ്മയുടെ ഒപ്പമാണ് കേട്ടോ കിടക്കുന്നത്. അതുകൊണ്ട് വീട്ടിൽ ഞാനും അച്ഛനും രോഹിത്തും ഉള്ളൂ. ഇങ്ങനത്തെ അവസരങ്ങളിൽ ഞങ്ങൾ ചെയ്യുന്നൊരു കള്ളത്തരമുണ്ട്, അതായത് ബീഡിനകത്ത് കയറ്റുക എന്നുള്ളത്. അങ്ങനെ ആ ഒരു ദിവസം കഴിഞ്ഞു. അടുത്ത ദിവസം ഞാൻ വാങ്ങിച്ച സാരികളുടെ എല്ലാം ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടിയിട്ടും ഇന്നലെ വാങ്ങിച്ച സൽവാർ ഒന്ന് ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടും ഇവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ വന്നിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ 2 മിടുക്കി കുട്ടികളെ വൈകുന്നേരം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അനിയത്തിയുടെ, അതായത് അപർണയുടെ ഫ്രണ്ടിൻ്റെ റിലേറ്റീവ്സാണ് ഇവർ. അപ്പോൾ ഇവർ വീഡിയോ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ വന്നതായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ഇവരുടെ മൊത്തത്തിൽ. അവർ മൊത്തം പോയി കഴിഞ്ഞപ്പോൾ മൊത്തം ഒരു പോസിറ്റീവ് ഫീൽ, ഒരു ഗുഡ് ഫീലൊക്കെ ആയിരുന്നു. പൂച്ച നോക്ക്. അതാ പൂച്ച. ആ ഉണ്ടാ പൂച്ച മനസ്സിലാവണില്ലേ അതിന്? നല്ലൊരു പൂച്ച. വേലി. അപ്പോൾ മനസ്സിലായി. ബേലിനെയായിട്ട് അങ്ങനെ ചെറിയൊരു ഈവനിങ് വാക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്നും കൂടി ഇന്നലെ വളാഞ്ചേരി പോയ ചില കടകളിലൊന്ന് പോകണം കേട്ടോ. കാരണം എൻ്റെ കയ്യിൽ ഗൂഗിൾ പേ ഇല്ല, ATM കാർഡ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഞാൻ ഇന്നലെ രാത്രി പോയ ചില ഷോപ്പിലൊന്നും ATM കാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പൈസ എല്ലാം വിഡ്രോ ചെയ്ത് ഇന്ന് വരാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഡ്രസ്സൊക്കെ പിക്ക് ചെയ്തു. രാത്രി ഞാൻ ARM കാണാൻ വേണ്ടി പോയിട്ടോ, അജയൻ്റെ 2ാം മോഷണം. എൻ്റെ അമ്മ ഇപ്പോഴും ഞാൻ ആ പടത്തിൻ്റെ ഹാങ് ഓവർന്ന് മാറിയിട്ടില്ല. ഞാനൊരു ഡൈഹാർഡ് ടോവിനോ ഫാനാണ്. പിന്നെ പറയണോ, നെക്സ്റ്റ് ഡേ അച്ഛൻ എന്നെ വിഷ്ണുവിൻ്റെ വീട്ടിലോട്ട് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വരികയാണ് കേട്ടോ. 2 days ഇനി അവിടെയാണ്. അത് കഴിഞ്ഞാൽ നമ്മളിനി തിരിച്ച് ആംസ്റ്റർഡാമിലോട്ട് പോകും. അടുത്ത നല്ലൊരു വ്ളോഗായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ.